നിർധനരായ രോഗികൾക്ക് വിതരണം ചെയ്യുവാനായി മരുന്നുകൾ വാങ്ങാൻ പോകുന്നതിനിടയിൽ മ്യാൻമർ സൈന്യം കസ്റ്റഡിയിലെടുത്ത കത്തോലിക്ക കന്യാസ്ത്രീയെ സൈനിക കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. സിസ്റ്റർ ബെനഡിക്റ്റ ന്യൂമോ എന്ന കന്യാസ്ത്രീയാണ് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്ത മ്യാൻമർ സൈന്യം കഴിഞ്ഞ 2 ആഴ്ചയായി തടവിലിട്ടിരിക്കുന്നത്. മിലിറ്ററി ട്രിബ്യൂണലിന് മുന്നിൽ സിസ്റ്ററെ ഹാജരാക്കുന്ന വിവരം പുറത്തുവന്നതോടെ ആഗോള ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കടുത്ത ആശങ്കയും പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. മ്യാൻമറിലെ കത്തോലിക്ക സഭകളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സൈനിക കോടതിയുടെ വിചാരണ നേരിടുമ്പോൾ സിസ്റ്റർ ബെനഡിക്റ്റയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളാണ് സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണ വേളയിൽ സിസ്റ്റർക്ക് വേണ്ടി വാദിക്കാൻ ഒരു അഭിഭാഷകനെ പോലും അനുവദിക്കില്ല എന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി നടപടികൾ നടക്കുന്ന സമയത്ത് കന്യാസ്ത്രീമാർക്കോ മറ്റ് സഭാംഗങ്ങൾക്കോ സിസ്റ്റർക്കൊപ്പം കോടതി മുറിയിൽ പ്രവേശിക്കാൻ അനുവാദമില്ല. സിസ്റ്റർ ഒറ്റയ്ക്കായിരിക്കും മിലിറ്ററി ട്രൈബ്യൂണലിനെ നേരിടുക. സിസ്റ്റർ നേരിടുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ മ്യാൻമറിലെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറും മറ്റ് സഭാ അധികാരികളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിരൂക്ഷമായ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സിസ്റ്റർ ബെനഡിക്റ്റ ന്യൂമോയ്ക്ക് ദൈവത്തിന്റെ സംരക്ഷണവും കരുത്തും ലഭിക്കുന്നതിനായി സഭയിലെ മുഴുവൻ വിശ്വാസികളും പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനവും ധൈര്യവും അവരെ നയിക്കട്ടെ, സുരക്ഷിതമായി അവരെ മോചിപ്പിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും സഭ വ്യക്തമാക്കി. സിസ്റ്റേഴ്സ് ഓഫ് മരിയ ബംബീന എന്ന സന്യാസിനി സമൂഹം പുറത്തിറക്കിയ പ്രത്യേക അഭ്യർത്ഥനയിൽ തടവറയിൽ കഴിയുന്ന സിസ്റ്ററെ ദൈവത്തിന്റെ അനന്തമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നതായും മ്യാൻമറിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സഭയ്ക്കും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചു. മ്യാൻമറിൽ ജനാധിപത്യ ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം ക്രൈസ്തവ സഭകൾക്കും സന്നദ്ധ സംഘടനകൾക്കും നേരെ സൈന്യം കടുത്ത അടിച്ചമർത്തലുകളാണ് നടത്തുന്നത്. പാവപ്പെട്ട രോഗികളെ സഹായിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു സന്യാസിനിയെ പോലും ക്രൂരമായി തടവിലിട്ട് വിചാരണ ചെയ്യുന്ന സംഭവം ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. സിസ്റ്റർ ബെനഡിക്റ്റയുടെ സുരക്ഷിതമായ മോചനത്തിനും രാജ്യത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കത്തോലിക്ക സംഘടനകൾ ഇതിനകം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്.